പലിശയായിട്ടൊന്നും ഒരിക്കലും ബന്ധപ്പെടരുത്. ഞാൻ ചില സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ മുച്ചൂടും പലിശയുമായി ബന്ധപ്പെട്ടവർ. കുട്ടിക്കാലത്ത് മദ്രസ പഠിച്ചിട്ടുണ്ട് പലിശ ഹറാമാണ്, എന്നിട്ടും പടച്ചോനെ പേടിക്കാതെ പലിശയിലായിട്ട് പിശാച് ബാധയേറ്റ് മറിഞ്ഞു വീണവരൊപ്പം മറിഞ്ഞു വീഴുക. എത്ര തന്നെ കൈ കിട്ടിയാലും സ്വരൂപിക്കാനാവാത്ത, എത്ര ലക്ഷങ്ങൾ വന്നാലും അന്ന് കൊടുക്കാനുണ്ടാവും, അത് കംപ്ലീറ്റ് കൊടുത്തിട്ട് കാലിയായി 1 മുട്ട റുപ്യ കൊടുത്തിട്ട് മക്കൾക്ക് ഒരു ചോക്ലേറ്റ് പോലും വാങ്ങാനാകാത്ത പിതാക്കന്മാർ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 278 പലിശ ഹറാമാക്കി എന്ന് പറഞ്ഞപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റെന്നും പറയുന്ന ഒരു വാചകമുണ്ട്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നുണ്ട്, മോനെ അല്ല പലിശ ഹറാമാക്കിയോ? അതേളാപ്പ അല്ല പലിശ ഹറാമാക്കി, നിന്റെ മുതലെനിക്ക് വാങ്ങിക്കൂടെ? ലക്ഷക്കണക്കിന് പലിശ കിട്ടാനുള്ള ആളായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. പലിശയുമായി ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ചിലപ്പം ഭർത്താവ് പറയും, എൻ്റെ 5 പവൻ സ്വർണ്ണം കൊണ്ട് ഞാൻ പണയപ്പെടുത്തി പൈസ വാങ്ങാം. അപ്പോൾ ഞാൻ വിൽക്കാന്ന് പറഞ്ഞാൽ ഭാര്യ പറയാൻ തരും, വിൽക്കാനൊന്നും ഞാൻ തരില്ല, വേണമെങ്കിൽ പണയപ്പെടുത്തിക്കോളി. ശരിക്കും നിങ്ങൾ ഭർത്താവിനെ കുരുതി കൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ പണയപ്പെടുത്തിക്കൊള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന വേറൊരർത്ഥം എന്താ അറിയോ? നിങ്ങളെ ഉമ്മാനെ നിക്കാഹ് കഴിച്ചോളിയെന്ന്. കാരണം പലിശയുടെ ഏറ്റവും ചെറിയ തോത് സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ്. പലിശയുമായി ഒരിക്കലും ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. പലിശക്ക് വാങ്ങി പൈസ വാങ്ങി വീട് വെക്കുക ചെയ്യരുത്. ഒരു ചെറ്റക്കുടിൽ കിടന്നാലും ഒരു പ്രശ്നമില്ല. കോടിക്കണക്കായ മനുഷ്യർ പീഡികത്തിണ്ടയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു കട അടയ്ക്കാൻ കാത്തു നിന്നിട്ട് അടച്ചു പോകുമ്പോൾ അവിടെ തുണി വിരിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. പലിശല്ല, ഹറാമില്ല, ഒന്നുമില്ല, ആരുടെയും കൈ ഒഴുക്ക് എന്തേ കിട്ടിയാത്തൊന്നും. അവരൊക്കെ എത്ര സുരക്ഷിതരാണ് ഒരർത്ഥത്തിൽ. നല്ല വീടുണ്ടായിട്ട് പലിശയിൽ കിടന്നുറങ്ങുക. എന്നിട്ട് വല്ലാഹു യതവഫല്ലം സഹീന മൗതിഹ വല്ലതീലം തമുത് ഫീ മനാമിഹ 39-ാം അധ്യായം 42-ാമത്തെ വചന. ഉറങ്ങും അല്ലാഹു ആത്മാവിനെ പിടിച്ചു വെക്കും. മരണം നിശ്ചയിച്ചവർക്ക് പിന്നെ വിട്ടുകൊടുക്കില്ല, അത് പറയാണ്. അല്ലാതെ ആളുകൾക്ക് അല്ലാഹു അത് വിട്ടുകൊടുക്കുകയും ചെയ്യും. ശരിക്കും മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. വമാതദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാതദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഒരിക്കലും സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്ത് എവിടെ വെച്ച് മരിക്കും, എന്ത് സംഭവിക്കും ഒരാൾക്ക് പറയാൻ പറ്റും.